സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ക്യാരറ്റ് വെച്ചാണ് അത് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഓയിൽ, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു അരിപ്പയിലൂടെ അങ്ങ് അരിച്ചെടുക്കാം. അരിപ്പയിലൂടെ ഇടഞ്ഞെടുത്ത ഈ മാവിനെ നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ച ക്യാരറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ മാവ് കുഴച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ മാവിടെ പരിവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോരോ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം. ഉരുള ഉരുട്ടുന്ന സമയത്ത് കൈയൊന്ന് നനച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. വെള്ളത്തിൽ ഒന്ന് നനച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോഴേ മാവ് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, മാവ് ഒരുപാട് ലൂസായി പോകരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ കഴിയുകയില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതിനെ വറുത്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അകം വെന്ത് കിട്ടുകയില്ല. തീരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം വറുത്തെടുക്കാൻ. തിരിച്ചും മറിച്ചുമിട്ട് തന്നെ വറുത്തെടുക്കണം. ഞാനിവിടെ എല്ലാം തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ക്യാരറ്റൊക്കെ ഉണ്ടാകുന്നൊരു നേരത്ത് ചായക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.